വിശദമായ വാർത്തകളിലേക്കാണ്. തിരുവനന്തപുരം നഗരസഭയിൽ ഇന്ന് നിർണായക കൗൺസിൽ യോഗം നടക്കും. ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കുന്ന യോഗത്തിൽ ഭരണസമിതിക്കെതിരെ UDF അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കും. അതേസമയം അവിശ്വാസ പ്രമേയത്തിന് LDF പിന്തുണ നൽകില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി അപർണ ചേരുന്നുണ്ട്. അപർണ, എന്തായാലും തിരുവനന്തപുരം നഗരസഭയെ അപേക്ഷിച്ച് ഇന്ന് നിർണായകമാണ്. ഇന്ന് ആരംഭിക്കുന്ന യോഗത്തിലാണ് ഭരണസമിതിക്കെതിരെ UDF അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? അരുണിമ, വളരെ നാടകീയമായ രംഗങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തിരുവനന്തപുരം നഗരസഭയിൽ അരങ്ങേറുന്നത്. അതിനിടയിലാണ് ഇന്ന് നിർണായകമായ കൗൺസിൽ യോഗം ഉച്ചയ്ക്ക് 2:30 തന്നെ ആരംഭിക്കുന്നത്. ഇന്ന് നടക്കുന്ന കൗൺസിൽ യോഗത്തിൽ ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനാണ് UDF നീക്കം. എന്നാൽ UDF അവിശ്വാസ പ്രമേയത്തെ LDF പിന്തുണയ്ക്കില്ല എന്ന് ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒന്നിച്ചുള്ള അവിശ്വാസ പ്രമേയ നീക്കം രാഷ്ട്രീയമായി ഗുണം ചെയ്യില്ലെന്നാണ് CPM ഇത്തരത്തിൽ ഇന്നലെ വിലയിരുത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ എന്തായാലും LDF ഈ വിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കില്ല. എന്താകും ഇനിയുള്ള മുന്നോട്ടുള്ള ഈ BJP ഭരണസമിതിയുടെ മുന്നോട്ടുള്ള യാത്ര എന്നതാണ് ആകാംക്ഷയോടുകൂടി തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്നത് എന്നതാണ്. എന്തായാലും അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനായിട്ടാണ് UDF ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി വരുന്നത് ഇത്തരത്തിൽ കാപ്പ കേസ് പ്രതി കൂടിയായ കൗൺസിലർ സുഗതന്റെ വിഷയമാണ്. ഈ കൗൺസിൽ യോഗത്തെ കുറിച്ച് തന്നെ വളരെയേറെ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതായത് ഈ സുഗതന്റെ കൂടി പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കൗൺസിൽ യോഗം പോയതെന്നടക്കമുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നത്തെ യോഗത്തിൽ സുഗതൻ പങ്കെടുക്കാനുള്ള സാധ്യതയും കൂടിയില്ല. എന്തായാലും സുഗതനെ കൂടി ഉൾപ്പെടുത്തിയാൽ മാത്രമായിരിക്കും ഇത്തരത്തിൽ 51 പേര് എന്ന സംഖ്യയിലേക്ക് BJP അംഗങ്ങൾ എത്തുക. അല്ലാത്ത പക്ഷം ഒരു സ്വതന്ത്രനെ കൂടി ഉൾപ്പെടുത്തി 50 അംഗങ്ങളാണ് ഏതായാലും BJPയിൽ ഉള്ളത്. കൂടാതെ തന്നെ ഇത്തരത്തിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ പകുതിയിലധികം കൗൺസിലർമാരുടെ പിന്തുണ അല്ലെങ്കിൽ പങ്കെടുക്കണം, ഈ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കണമെന്നും കൂടിയുണ്ട്. എന്തായാലും ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പുറത്തു വന്നിരുന്നത് ഇത്തരത്തിൽ UDFും LDFും സംയുക്തമായി അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചുകൊണ്ട് പോകുകയാണെങ്കിൽ BJP അംഗങ്ങൾ വിട്ടുനിൽക്കാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ടായിരുന്നു. എന്തായാലും LDF തങ്ങളുടെ പക്ഷം പറഞ്ഞ ഒരു വേളയിൽ തന്നെ എന്തായാലും ഇത്തരത്തിൽ കൗൺസിൽ യോഗം നടക്കും. എന്നാലും അവിടെ ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് കേരളം ഉറ്റുനോക്കുന്നത്. അരുണിമ. അപർണ, എന്തായാലും UDF അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതിൽ LDF പിന്തുണ നൽകില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഇങ്ങനെയൊരു പിന്തുണ നൽകാത്തൊരു സാഹചര്യത്തിൽ എന്തായിരിക്കും അടുത്ത നടപടി ഉണ്ടാവുക? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് UDF അവിശ്വാസത്തെ LDF പിന്തുണയ്ക്കുമോ എന്നുള്ള കാര്യം. അത് രാഷ്ട്രീയമായി തന്നെ വലിയ ചർച്ചയാകുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ UDF നൽകുന്ന അവിശ്വാസ പ്രമേയത്തെ LDF പിന്തുണയ്ക്കുകയാണെങ്കിൽ അത് ഒരു ഇന്ത്യ മുന്നണി നീക്കമായിട്ടായിരിക്കും തങ്ങൾ കാണുക എന്ന് ഇന്നലെ മേയർ VV രാജേഷ് അറിയിച്ചിരുന്നു. അതായത് അങ്ങനെയാകുകയാണെങ്കിൽ വ്യക്തമായ ഒരു പ്രതിപക്ഷത്തേക്ക്, അതായത് നിയമസഭയിൽ പോലും ഇതിന്റെ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ അത് ഒരു ഇതുണ്ടാവും. അതായത് നിയമസഭയിൽ പ്രതിപക്ഷത്തേക്ക് BJP വരുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാകുമെന്നൊക്കെ തന്നെ ഇന്നലെ VV രാജേഷ് പറഞ്ഞു. വളരെ പരിഹാസ്യമായ രീതിയിൽ തന്നെ LDFനും UDFനും ഒക്കെ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ ഇന്നത്തെ അവിശ്വാസ പ്രമേയം പാസ്സായില്ലെങ്കിൽ തന്നെ സുഗതന്റെ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് കാപ്പ കേസ് പ്രതിയായിരിക്കുന്ന കൗൺസിലർ സുഗതന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയമായി തന്നെ അല്ലെങ്കിൽ നിയമപരമായി തന്നെ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകാനാണ് UDF തയ്യാറാകുന്നത്. അരുണിമ. അപർണ, സുഗതന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് UDFന്റെ ഭാഗത്തുനിന്നും ഒരു മാർച്ചൊക്കെ ഉണ്ട് എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ സുഗതന്റെ ഈ ഒരു രാജിയുമായി മുന്നോട്ട് പോകാൻ ശക്തമായ ഒരു പ്രതിഷേധം തന്നെയാണോ UDF മുന്നോട്ട് വയ്ക്കുന്നത്? അരുണിമ, തീർച്ചയായും ഈ കാപ്പ കേസ് പ്രതിയായ സുഗതൻ കഴിഞ്ഞ 2 കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തില്ല എന്നാണ് UDFും LDFും ഒക്കെ തന്നെ അവകാശപ്പെടുന്നത്. എന്നാൽ കഴിഞ്ഞ ഏപ്രിൽ മാസം നടന്ന യോഗത്തിൽ ഇത്തരത്തിൽ സുഗതൻ പങ്കെടുത്തു. മെയ് മാസത്തിലെ യോഗത്തിലാണ് പങ്കെടുക്കാത്തത്. അതിനാൽ സുഗതൻ ഈ യോഗത്തിലും പങ്കെടുത്തില്ലെങ്കിൽ സുഗതന് മറ്റൊരു കൗൺസിൽ പദവി തന്നെ തുടരാൻ സാധിക്കും. ജൂലൈ മാസത്തെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്താൽ മാത്രം മതിയാകും എന്നാണ്
മേയർ ഇന്നലെ വ്യക്തമാക്കിയത്. എന്നാൽ UDF ഇതുമായി ശക്തമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതായത് സുഗതന്റെ രാജി തന്നെയാണ് UDFന്റെ ലക്ഷ്യം. അതും മുൻനിർത്തി ഇന്ന് UDF നേതൃത്വത്തിൽ 10 മണിക്കാണ് കോർപ്പറേഷന് മുന്നിലായിട്ട് ഇത്തരത്തിൽ പ്രതിഷേധ ജാഥ ഉണ്ടാകുന്നത്. എന്തായാലും സുഗതൻ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകാനാണ് UDF തയ്യാറെടുത്തിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. തിരുവനന്തപുരം നഗരസഭയിൽ ഇന്ന് നിർണായക കൗൺസിൽ യോഗം നടക്കുകയാണ്. ഉച്ചയ്ക്ക് 2:30 ഈ ഒരു യോഗം ആരംഭിക്കുക. എന്തായാലും ഭരണസമിതിക്കെതിരെ UDF അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അവിശ്വാസ പ്രമേയത്തിൽ LDF പിന്തുണ നൽകില്ല എന്നും നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും സുഗതന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് UDFന്റെ മാർച്ചുമൊക്കെ കോർപ്പറേഷന് മുന്നിൽ സംഘടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ശക്തമായി തന്നെ പ്രതിഷേധിക്കാനാണ് UDF ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അപർണ KS ആണ്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട നിർണായക ഹർജികൾ ഇന്ന് ഹൈക്കോടതിയിലും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലും പരിഗണിക്കും. കേസിലെ 9ാം പ്രതിയായ ഹരീഷ് കുമാറിന് ജാമ്യം അനുവദിച്ച ഉത്തരവിനെതിരെയാണ് പോലീസും EDയും വിവിധ കോടതികളെ സമീപിച്ചിരിക്കുന്നത്. ഹരീഷ് കുമാറിനെ ജാമ്യത്തിൽ വിട്ട സെഷൻസ് കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് പോലീസും EDയും നൽകിയ അപ്പീലുകളാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നത്. പോലീസ് സമർപ്പിച്ച അപ്പീലിൽ സെഷൻസ് കോടതിയിൽ പ്രതിക്ക് അനുകൂലമായി നിലപാടെടുത്ത പ്രോസിക്യൂട്ടർ ഗീന കുമാരിയെയും എതിർകക്ഷിയാക്കിയിട്ടുണ്ട്. അതേസമയം പ്രതിക്ക് ജാമ്യം അനുവദിച്ച നടപടി ചോദ്യം ചെയ്ത് ED സമർപ്പിച്ച ഹർജി തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയും ഇന്ന് പരിഗണിക്കും. ഈ ഹർജിയിൽ പോലീസിന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാണ് കോടതിയിൽ ഹാജരാകുക. കേസിന്റെ തുടർ നടപടികളിൽ ഇന്നത്തെ കോടതി നടപടികൾ നിർണായകമാകും. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതിക്ക് അനുകൂലമായി നിലപാടെടുത്തതിന് പിന്നാലെ പബ്ലിക് പ്രോസിക്യൂട്ടർ പദവിയിൽ നിന്ന് നീക്കിയതിൽ പ്രതികരണവുമായി ഗീന കുമാരി. താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഗീന കുമാരിയുടെ വാദം. നിയമത്തിനും നീതിബോധത്തിനും നിരക്കാത്തതൊന്നും താൻ ചെയ്തിട്ടില്ലെന്ന് ഗീന കുമാരി പറഞ്ഞു. നൂറുകണക്കിന് കേസുകൾ 9.5 വർഷം സർക്കാരിന് വേണ്ടി താൻ വാദിച്ചെന്നും മന്ത്രിമാരുടെയും MLA-മാരുടെയും കേസുകൾ കൈകാര്യം ചെയ്തെന്നും ഗീന കുമാരി പറഞ്ഞു. ഒരിക്കൽ പോലും LDF എന്നോ UDF എന്നോ NDA എന്നോ വിവേചനം താൻ കാണിച്ചിട്ടില്ലെന്നും ഇനിയും അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്നും ഗീന കുമാരി പറഞ്ഞു. ഫേസ്ബുക്ക് കുറിപ്പിലാണ് അവർ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ 9ാം പ്രതിക്ക് ജാമ്യം കിട്ടാൻ കാരണം പ്രോസിക്യൂഷന്റെ വീഴ്ചയാണെന്ന് ആരോപണമുയർന്നിരുന്നു. ശബരിമല സ്വർണ്ണ കവർച്ച കേസ് ഇന്ന് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കുകയാണ്. കേസിൽ കുറ്റപത്രം എപ്പോൾ സമർപ്പിക്കാൻ കഴിയുമെന്ന് SIT കോടതിയെ അറിയിച്ചേക്കും. അന്വേഷണം പൂർത്തിയാക്കാൻ ഇനിയും സമയം അനുവദിക്കാൻ കഴിയില്ലെന്ന് കോടതി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. PS പ്രശാന്തിന്റെ കാലത്ത് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാൻ നടത്തിയ നീക്കത്തിൽ ആരെല്ലാം പ്രതികളാകും, എന്തൊക്കെ വീഴ്ചകൾ സംഭവിച്ചു എന്നും ഒക്കെ ഇന്ന് കോടതിയെ അറിയിക്കും. കേസ് CBIക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയും ഇന്ന് കോടതി പരിഗണിക്കും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ദില്ലിയിൽ നിന്നുള്ള വിമാനയാത്ര മുടങ്ങിയതിൽ കേരള ഹൌസിലെ പ്രോട്ടോകോൾ വിഭാഗം ഉദ്യോഗസ്ഥർക്കെതിരെ ഇന്ന് നടപടിയെടുക്കാൻ സാധ്യത. പ്രോട്ടോകോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് പ്രതിപക്ഷ നേതാവിന് വിമാനത്തിൽ കയറാൻ സാധിക്കാതിരുന്നതിന് കാരണമെന്നും കണ്ടെത്തിയിരുന്നു. പ്രോട്ടോകോൾ ഓഫീസർക്കും വിമാന കമ്പനി അധികൃതരും തമ്മിലുണ്ടായ ആശയവിനിമയത്തിലെ വീഴ്ചയാണ് യാത്ര മുടങ്ങാൻ കാരണമെന്നും തെളിഞ്ഞിരുന്നു. ശനിയാഴ്ച ഉച്ചയ്ക്ക് ദില്ലിയിൽ നിന്നും 2:50 വിമാനത്തിൽ കോഴിക്കോട്ടേക്കുള്ള യാത്രയാണ് മുടങ്ങിയിരുന്നത്. വിമാനത്താവളത്തിൽ എത്തിയെങ്കിലും വിമാനത്തിൽ കയറാനായില്ല. VIP ലോഞ്ചിലിരുന്ന പിണറായിയെ സ്വീകരിക്കാൻ വിമാന കമ്പനി അധികൃതർ എത്താതിരുന്നതിനെ തുടർന്നുള്ള ആശയക്കുഴപ്പമാണ് വിമാനത്തിൽ കയറാൻ കഴിയാതെ പോയതിന്റെ കാരണമെന്നാണ് റിപ്പോർട്ട്.
സംസ്ഥാന ബജറ്റിന് പിന്നാലെ വിവിധ വകുപ്പുകളുടെ ധനാഭ്യർത്ഥനകൾ ഇന്ന് നിയമസഭയിൽ പരിഗണിക്കും. ഇതിന്റെ ഭാഗമായി എക്സൈസ് വകുപ്പിന്റെ ധനാഭ്യർത്ഥനയും സഭയുടെ പരിഗണനയ്ക്കെത്തും. വീര്യം കുറഞ്ഞ മദ്യത്തിന് സർക്കാർ പ്രഖ്യാപിച്ച നികുതി ഇളവും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഇന്നത്തെ സഭാ നടപടികളിൽ പ്രധാന ചർച്ചാ വിഷയമാകുമെന്നാണ് വിലയിരുത്തൽ. മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനുമെതിരെ ഈ വിഷയത്തിൽ പ്രതിപക്ഷം ശക്തമായ ആരോപണങ്ങളാണ് ഉയർത്തുന്നത്. നികുതി ഇളവ് സംബന്ധിച്ച സർക്കാർ തീരുമാനങ്ങൾ പൊതുതാൽപര്യത്തിന് വിരുദ്ധമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം.